അധ്യാപകർ പ്രതികളായ MDMA കേസിൽ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി പോലീസ്. 500-ലേറെ നമ്പറുകളിൽ നിന്നാണ് ഓരോ അധ്യാപികമാരുടെയും അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയത്. 50,000 രൂപയിലേറെ പലതവണയായി കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് എത്തി. ഈ പണമിടപാട് കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അനഘ, ഈ അധ്യാപകരെന്ന് പറയുന്നത് ഇതിൻ്റെ ചില ഖണ്ണികൾ മാത്രമാണ്. ഈ അധ്യാപകരിലേക്ക് ഈ MDMA ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചത് ആരാണ് എന്നതാണല്ലോ പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 3 അധ്യാപകർ മാത്രം എന്തോ കഞ്ചാവ് കച്ചവടം ചെയ്യുകയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം ഇവരിലേക്ക് എത്തിക്കുന്ന വലിയ ഖണ്ണികളുണ്ടല്ലോ, അവരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ, അതോ ആ ഘട്ടം എത്തുമ്പോൾ അന്വേഷണം എഴയുകയാണോ? ഗൗതം, ഈ 3 അധ്യാപകരിൽ നിന്ന് ഈ അധ്യാപകരിലേക്ക് ഈ ലഹരി എത്തിച്ച സംഘം എന്ന് പറയുന്നത് വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇയാൾ ഒളിവിലാണ് എന്നാണ് അന്വേഷണ സംഘം SIT പറയുന്നത്. ഈ ഷിൻഡോ ഷിബു അറസ്റ്റായെങ്കിൽ മാത്രമേ എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ ലഹരി എത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലൊരു അധ്യാപികമാരെ ഏത് വിധത്തിലാണ് ഈ കെണിയിൽ പെടുത്തിയിരിക്കുന്നത്, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ. ഈ അധ്യാപികമാരുടെ വാട്സപ്പ് ചാറ്റിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ഇവർ അങ്ങോട്ട് ലഹരി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളെ ബന്ധപ്പെടുന്നു. അതുവഴിയാണ് ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ SIT സംഘത്തിന് കഴിയുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ 3 അധ്യാപികമാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ 500-ലധികം ആളുകൾ പണം അയച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണമിടപാടുകൾ മുഴുവൻ നടന്നിരിക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ്. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ഈ ലഹരി വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ 500-ലധികം ആളുകൾ ഈ അധ്യാപകന്മാരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരിക്കുന്നത്. ഈ പണം അയക്കുന്ന ആളുകൾക്ക് ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഈ അധ്യാപകർ ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഈ ലഹരി വാങ്ങിയത് എന്നതിനെ കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും 3 അധ്യാപികമാരിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല. വലിയൊരു ലഹരി മാഫിയ ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണ് ഈ 3 അധ്യാപികമാരെ തന്നെ ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്, മറ്റ് പല ചൂഷണവും ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടോ, ഇതിന് മറ്റ് നിലവിൽ 5 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്, ഒരു ഡെലിവറി ബോയ് അറസ്റ്റിലായിട്ടുണ്ട്, അങ്ങനെ 4 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിലെ പ്രധാന കണ്ണി, ലഹരി മാഫിയയിലെ മൊത്തം വ്യാപാരി എന്ന് പറയുന്നത് വയനാട് സ്വദേശിയാണ് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസ് അന്വേഷണം തന്നിലേക്ക് നീളുന്നു എന്ന് തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഇയാൾ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഇയാൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോടിനെയും കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അധ്യാപകമാർ തന്നെ ഇത്തരത്തിലൊരു ലഹരിക്കടത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അതിൽ ഈ അധ്യാപകന്മാരെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഈ അധ്യാപകർ മാത്രം ഒതുങ്ങാതെ എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് എത്തിപ്പെടുന്നത്, എന്താണ് ഇതിന് പുറകിലുള്ള കാരണം, അങ്ങനെ വലിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ ഷിൻഡോ എന്ന് പറയുന്ന ആളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. ഗൗതം, ഓക്കെ അനഘ, വ്യക്തമാണ്. എന്തായാലും ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് 3 അധ്യാപകരാണല്ലോ പിടിയിലായത്. അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എവിടെ നിന്ന് വന്നു എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോയാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.